ഏതാണ്ട് ഒരാഴ്ചയിലധികം അഫാനെ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖ ചികിത്സയ്ക്ക് വിധേയനാക്കി. അഫാൻ പറഞ്ഞ ഒരു നുണയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നിലപാട്. അഫാൻ പറഞ്ഞത് താൻ എലിവിഷം കഴിച്ചു എന്നാണ്. എലിവിഷം കഴിച്ചതിന്റെ ഒരു തെളിവും പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോലീസ് അഫാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനെ 8 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സകല സൗകര്യങ്ങളും ഒരുക്കി ചികിത്സിച്ചു. അതിനുശേഷവും അവനെ വേണ്ടതുപോലെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പോലീസിന് അവനെ കസ്റ്റഡിയിൽ കിട്ടി. അവൻ പോലീസിന്റെ കൂടെ നടക്കുന്നത് രാജകുമാരനെ പോലെയാണ്. അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോഴും അവൻ നേരത്തെ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ, ഒരു കൂസലമില്ലാതെ എങ്ങനെ അവൻ കൊല നടത്തി എന്ന് വിശദീകരിക്കുന്നതല്ലാതെ ഒരു ഗുണവും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അഫാനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് ഇവനുമായി കൊലപാതകം നടത്തിയ സീനുകളിലൊക്കെ വിസിറ്റ് നടത്തിയിരുന്നു. പാങ്ങോട് ഉമ്മൂമ്മയെ കൊന്ന സ്ഥലത്തും വെഞ്ഞാറമ്മൂട് സഹോദരനെയും കാമുകിയെയും കൊന്ന സ്ഥലത്തുമൊക്കെ പോലീസ് പോയി. അവിടെയൊക്കെ ഇവൻ ചിരിച്ച മുഖത്തോടെ ഒരു കൂസലമില്ലാതാണ് പോലീസിനൊപ്പം പോയത്. ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചിട്ടില്ല. ഒരിക്കലും മാനസിക സംഘർഷം അനുഭവിക്കുന്നതായി അവൻ തെളിയിച്ചിട്ടില്ല. കൊലപാതക സീനിൽ ചെല്ലുമ്പോഴൊക്കെ കൂളായി അവർ നടന്നതൊക്കെ വിശദീകരിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയതായി പറയുന്നത് ഇരുമ്പ് കമ്പി കൊണ്ട് കൊല്ലാനായിരുന്നു ആദ്യം ആലോചിച്ചത്. പിന്നീട് ഓർത്തു കൈകാര്യം ചെയ്യാൻ എളുപ്പം ചുറ്റികയാണല്ലോ എന്ന്. അങ്ങനെ അവൻ ചുറ്റിക വാങ്ങിയെന്ന്. ഈ ചുറ്റികയിലൂടെ കൊലപാതകം നടത്തിയാൽ ആളുകൾ മരിക്കും എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതായി പോലും തെളിവില്ല. അപ്പോൾ പിന്നെ അവൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്? ആരാണ് ഇവന് പരിശീലനം കൊടുത്തത്? എങ്ങനെയാണ് ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു വരാതിരുന്നത്?